മേപ്പാടി ഗവൺമെൻറ് LP സ്കൂൾ വളരെ പ്രധാനപ്പെട്ട ക്യാമ്പാണ്. നൂറുകണക്കിന് ആളുകൾക്കൊന്നും അവരുടെ ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണതയൊന്നുമില്ല. കാരണം അച്ഛനുള്ള കുടുംബത്തിൽ അമ്മയുണ്ടാവില്ല, അമ്മയും അച്ഛനുള്ള കുടുംബത്തിൽ മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഒരു മകൾ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു മകൻ മാത്രമായിട്ട് അച്ഛനും അമ്മയും വലിയച്ഛനും വലിയമ്മയും എല്ലാം ആ വീട്ടിൽ മണ്ണിനടിയിലേക്ക് പൂഴ്ന്നുപോയി. ആ മകൻ മാത്രം രക്ഷപ്പെട്ട ഒരുപാട് അങ്ങനെ ഒറ്റയ്ക്കുള്ള നമുക്ക് ഒരിക്കലും വിവരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെയുള്ള ആളുകളാണ് ഈ ക്യാമ്പിൽ തങ്ങുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വരും. ചൂരൽമലയിലെ രമ്യ, ആ സ്ത്രീ മാത്രം മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ ഇങ്ങനെ അവരുടെ മുന്നോട്ടുള്ള ഓരോ മണിക്കൂറുകൾ എങ്ങനെയാകുമെന്നുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രമ്യയുടെ 2 മക്കൾ, അവർ 2 പേരും മരണപ്പെട്ടു. രമ്യയുടെ ഹസ്ബൻഡ് മഹേഷ്, അദ്ദേഹവും മരണപ്പെട്ടു. ഇനിയിപ്പോൾ ആ കുടുംബത്തെ അവശേഷിക്കുന്നത് ഈ രമ്യ എന്ന് പറയുന്ന ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ. അവർക്ക് അറിയുക പോലുമില്ല എന്ന് തോന്നുന്നു. മക്കൾ 2 പേരും പോയതും ഈ ഹസ്ബൻഡ് പോയതും അവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അവരെല്ലാവരും മരണപ്പെട്ടു. ഇതൊന്നും ഈ രമ്യ ഇപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ വീടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു പുഴയാണ് ഒഴുകുന്നത്. വീടിരിക്കുന്നതിൻ്റെ ലാഞ്ചന പോലും ഒന്നുമില്ല, വീടിൻ്റെ ഒരു അംശം പോലും അറിയുന്നില്ല. അവരവിടെ തന്നെയായിരുന്നു വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ആ കുടുംബമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു ഈ മഹേഷ്. അതെ, അവർ അച്ഛനും അമ്മ എല്ലാവരുമായിട്ടും വീട്ടിൽ തന്നെയായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട്. അവിടെ തന്നെ ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു മഹേഷ്. ഈ മഹേഷിന്റെ ഭാര്യ രമ്യ മാത്രമേ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളൂ. അതെ അതെ. അവരെ എങ്ങനെയാണ് ലഭിക്കുന്നത്? അവരെങ്ങനെയായിരുന്നു? അവരെ വീടിന്റെ തൊട്ട് താഴെയുള്ള 2 വീടിന്റെ താഴെ നിന്നാണ് ലഭിച്ചത്. ആ വീടിന്റെ അതിരിലായിട്ട് ചേർന്നിട്ടാ കിടന്നിരുന്നത്. മണ്ണിൽ പൂഴ്ന്നു നടക്കായിരുന്നു, വലിച്ചെടുക്കായിരുന്നു. എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ ഇവര്? അല്ല, ജീവനുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് വെച്ചിട്ട് പിന്നെ വേഗം രക്ഷാപ്രവർത്തനമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റി. രമ്യക്ക് അതിനുശേഷം ബോധം വന്നിട്ടുണ്ടോ? ബോധം വെളിത്തെളിയും പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിട്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത്? മുണ്ടക്കയിലും ചൂരൽമലയിലും എന്താണ് സംഭവിച്ചെന്നുള്ളത് ആ സ്ത്രീക്ക് ഇന്നും വ്യക്തത ഒന്നും ഓർക്കാൻ സാധിക്കുന്നു. രാത്രി 1 മണിക്ക് നടക്കുന്ന സംഭവമല്ലേ? അതായത് അവരുടെ കുഞ്ഞുങ്ങൾ 2 പേര് ജീവിച്ചിരിപ്പില്ല എന്നുള്ള സത്യം അവർ അറിയുന്നില്ല. അവരുടെ ഹസ്ബൻഡ് പോയത് അവർ അറിഞ്ഞിട്ടില്ല. ഇല്ല, അച്ഛനും അമ്മയും പോയത് അവർ അറിഞ്ഞിട്ടില്ല. ആരും പോയത് അറിഞ്ഞിട്ടില്ല. മക്കളൊക്കെ ഏത് ക്ലാസ്സുകളിലൊക്കെ? 7 വയസ്സ് 9 വയസ്സ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഈ വീടിന്റെ ഉള്ളിൽ അവരെ ലഭിച്ചിട്ടേ ഇല്ല, കണ്ടുകിട്ടിയിട്ടില്ല ഇതുവരെ. മഹേഷിനെ കിട്ടി? മഹേഷല്ല, മഹേഷിന്റെ അച്ഛനെ കിട്ടിയത്. മഹേഷിന്റെ അച്ഛനെയാണ് കിട്ടിയത്. അമ്മേനും കിട്ടിയിട്ടില്ല. മഹേഷിന്റെ അമ്മയെ കിട്ടിയിട്ടില്ല, മഹേഷിനെ കിട്ടിയിട്ടില്ല, മഹേഷിനെ കിട്ടിയിട്ടില്ല, മഹേഷിന്റെ മക്കളെയും കിട്ടി. ഒരു ശരീരം ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് മഹേഷിന്റെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, മഹേഷിന്റെ അച്ഛനെ കിട്ടിയിരിക്കുന്നത്, അച്ഛനെയാണ്. അപ്പൊ ഇനി അമ്മയെ കിട്ടണം, ഈ 2 കുഞ്ഞുങ്ങളെ കിട്ടണം, മഹേഷിനെ കിട്ടണം. ബോഡി നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡികളും ചെക്ക് ചെയ്തിട്ടും ഇവിടെ വരുന്ന ബോഡികൾ നോക്കിയിട്ടും അവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇന്നലെ ചൂരൽമലയായിരുന്നു അവർ കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. മഹേഷിന്റെ ഭാര്യയായിട്ടുള്ള രമ്യ അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അവർക്ക് ബോധം വരുന്ന ആ ഒരു നിമിഷം അതോർത്ത് ഇവര് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും നടുക്കത്തോടുകൂടിയിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ അവരെ ഈ വിവരം അറിയിക്കും? ഇത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അവരുടെ ജീവനായിട്ടുള്ള മക്കൾ, അവരുടെ ഹസ്ബൻഡായിട്ടുള്ള മഹേഷ്, അച്ഛനും അമ്മയും, ആ കുടുംബത്തെ പരിചയമുള്ളവർ വരെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. രമ്യയെ ഇത് എങ്ങനെ അറിയിക്കും? ആ വീട്ടിരിക്കുന്ന ഏരിയ ഞങ്ങളിത് കാണിച്ചു തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് നടക്കാത്തൊരു കേസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഏരിയ കംപ്ലീറ്റ് കവറായി പൊട്ടിപ്പോയത്. അത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഫ്ലാറ്റ് ഏരിയ ആയി പോയി.